എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം കാണിച്ചു തരാനാണ്. അതായത് നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്ന പോലെ എന്തിനാണ് ഞാൻ ഈ SCT ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, എടുക്കേണ്ട ആവശ്യം എന്താണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്ന ഒരാളോട്, അങ്ങനെ ആളുകൾക്ക് ഈ ഹെയർ വരാൻ വേണ്ടിയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൂടെ, എന്തിനാണ് ഇത് എടുക്കാൻ വരുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോടുള്ള ഉത്തരമാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഞങ്ങളുടെ അടുത്ത് വന്ന ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം വെച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏകദേശം ഇത്ര ഏരിയ ആയിരിക്കും ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. മൊത്തം ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ല, ഇത്ര ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഫസ്റ്റ് അത്ര ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എത്ര പൈസയാവും? ഏകദേശം 1,00,000 റുപ്യയാവും. 3000 ഗ്രാഫ്റ്റ് വേണ്ടി വരും ഇത്ര ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. ഓക്കെ, 3000 ഗ്രാഫ്റ്റ് ബാക്കിൽ നിന്ന് എടുക്കും ഡോണർ ഏരിയയിൽ നിന്ന്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 1,00,000 റുപ്യയാവും. അങ്ങനെ അപ്പോഴും ഈ ഒരു ഏരിയ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അത് പെൻഡിങ് കിടക്കും. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഹെയർ വന്നതിന് ശേഷം അവർ പറയും ഇവിടെയും കൂടി ചെയ്യാമെന്ന്. അവിടെ ചെയ്യാൻ ഒരു 60,000 രൂപ എക്സ്ട്രീം വരും, ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ. ഇനി ഡോണർ ഏരിയ അപ്പോഴേക്കും തീർന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല, അവിടെ അതേപോലെ നിൽക്കും ചെയ്യും. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ 1,60,000 റുപ്യ എന്തായാലും ചിലവാകും ഈ കേസിന്. ഞങ്ങൾ ഈ കേസ് എടുത്തു. ഞങ്ങൾ SCT ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. റീജനറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സിറ്റിങ്ങിന് വന്നപ്പോൾ ഇപ്പോൾ പോയി ചാടിപ്പോയോ. ഫസ്റ്റ് സിറ്റിങ്ങിന് വന്നപ്പോഴുള്ള ഫോട്ടോ ആണിത്. ഓക്കെ, ഫസ്റ്റ് സിറ്റിങ്ങിന് ആദ്യമായിട്ട് വന്നപ്പോൾ 23 വയസ്സുള്ളൊരു പയ്യനാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സെക്കൻഡ് സിറ്റിങ്ങിന് വന്നപ്പോൾ ഉള്ള ഫോട്ടോ. സെക്കൻഡ് സിറ്റിങ്ങിന് വന്നപ്പോൾ, അതായത് ഈ ഫോട്ടോയിൽ നിങ്ങളിപ്പോൾ ഈ ലൈറ്റ് കുറച്ച് അടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ അത്ര ഹെയർ ഉള്ള പോലെ കാണാത്തത്. മനസ്സിലായോ? അദ്ദേഹത്തിന് ഇവിടെ ഏകദേശം ഹെയർ ഉണ്ട്, പക്ഷേ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുകയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് 15 ദിവസം കൊണ്ട് ഇത്ര മാറ്റമോ എന്നൊന്നും വിചാരിക്കണ്ട. 15 ദിവസം കൊണ്ട് ഇത്ര മാറ്റമൊന്നുമല്ല. ഇത് ഏകദേശം നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് പക്ഷേ മാറ്റം നല്ല രീതിയിലുണ്ട്. 15 ദിവസം കൊണ്ട് തന്നെ നല്ല റിസപ്റ്റീവാണ് പുള്ളിൻ്റെ ശരീരം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ കവറായിട്ടുണ്ട്, ഇവിടെയൊക്കെ മുടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി 15 ദിവസം കൊണ്ടുള്ള മാറ്റമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞു 23 വയസ്സായോണ്ടാ. വയസ്സ് കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസപ്ഷൻ, നല്ല രീതിയിലുള്ള ബോഡി നന്നായിട്ട് റിസപ്റ്റീവായിരിക്കും. 15 ദിവസം കഴിഞ്ഞു. അങ്ങനെ ബൂസ്റ്റല്ല, സെക്കൻഡ് സിറ്റിംഗ് എടുത്തു. ഇങ്ങനെ 2 മാസം കഴിഞ്ഞു അദ്ദേഹം വന്നു ബൂസ്റ്റർ എടുക്കാൻ. അപ്പം ഉണ്ടായിരുന്ന ഫോട്ടോ ആണ് ഇത്. അത്യാവശ്യം ഹെയറൊക്കെ വന്നു, പക്ഷെ എന്നാലും ഫുള്ള് കവറായിട്ടില്ല. അങ്ങനെ അദ്ദേഹം ബൂസ്റ്റർ എടുത്തു പോയി. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായി തോന്നുന്നു, അല്ല അതൊരു 8-9 മാസമായപ്പോൾ അദ്ദേഹം വന്നു എന്തെടുക്കാൻ, മെയിൻ്റനൻസ് ബൂസ്റ്റർ എടുക്കാൻ. കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നത് ഇതേപോലെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം. ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ കവറേജ് കിട്ടും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ പോലും കിട്ടില്ല ഈ ഒരു കവറേജ്. അദ്ദേഹത്തിനാണ് ഞങ്ങൾ ഈ ഒരു കവറേജ് ചെയ്തു കൊടുത്തത്. ഈ ഒരു കവറേജ് ചെയ്യാൻ വേണ്ടി ഇത്രയും ഭാഗം വന്ന് ഈ മുടി, അദ്ദേഹത്തിന് ഇത്ര ഉണ്ടായിരുന്ന മുടി അദ്ദേഹത്തിൻ്റെ ഇതുവരെ ആക്കാൻ ഞങ്ങൾ ചാർജ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചത് 17,500 രൂപ. അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? ട്രാൻസ്പ്ലാന്റേഷൻ 1,60,000 വാങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഇത്ര കിട്ടില്ല. ഇതിൻ്റെ അപ്പുറം എനിക്ക് സിമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയില്ല. ഇനി ആർക്കെങ്കിലും ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും AI ആണെന്നോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ നമ്പർ പേഷ്യൻറ്റിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പേഷ്യൻറ്റ് വളരെ ഇതാണ്, മീൻസ് അദ്ദേഹം ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് തന്നെ, നമ്മളടുത്ത് തന്നെ ഉണ്ട് ആ വീഡിയോ, നമ്മൾ അത് പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ നമ്പറും ഞാൻ തരാം. നിങ്ങൾക്ക് ഡയറക്റ്റ് അദ്ദേഹത്തിനോട് ചോദിക്കുക, എത്ര ചിലവായി നിങ്ങളുടെ ആദ്യത്തെ ഫോട്ടോ ഒന്ന് കാണിച്ചതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ടുള്ളവർ കമൻ്റ് അടിക്കുക. കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ക്ലിനിക്കിൻ്റെ നമ്പർ തരാം. ആ ക്ലിനിക്കിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ നമ്പർ തരാം. പേഷ്യൻറ്റിനെ അടുത്ത് ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതായത് ഞാൻ പറയണത്, ഇവിടം തൊട്ട് ഇത്രയും കഷൻ്റെ ആയ ആൾക്ക് നമ്മൾ ഇതുവരെ ആക്കാൻ 17,000 രൂപയായുള്ളൂ. നേരെ മറിച്ച് ട്രാൻസ്പ്ലാന്റ് ആണ് ചെയ്തെങ്കിൽ 60,000 രൂപ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റേഷനും ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷനും 1,00,000 ഒക്കെ കൂടിയായി നിങ്ങൾ ഇത്ര ചാർജ് ചെയ്തേനെ. ഇനിയും നിങ്ങൾ പറയുക എന്തുകൊണ്ട് നിങ്ങൾ ഇത് എടുക്കണം. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഇത്രയും എനിക്ക് പറയാം.